ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. Hi everyone, we are going to learn some words, especially some words for structure number 1 to 12 and 36 to 43. Here we have the table of structure number 3. It's a simple table and you can make it just drawing some lines on a paper. Look at the table and make it to yourself. Here some ready-made verb phrases and what lacks here or what we need to complete the sentence. It's very clear. ഇനി എന്താണ് നമുക്ക് വാചകങ്ങൾ തീർക്കുവാൻ വേണ്ടത്? ഇവിടെ തീർക്കുവാൻ വേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. വാഷ്ഡിൻ്റെ മുൻപിൽ നമ്മൾക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. പ്രസൻറ്റിൻ്റെ സാരഥിയായി സ്ട്രക്ചർ നമ്പർ 3 ആയതുകൊണ്ട്. പിന്നീട് അത് ചെയ്യുവാനൊരാൾ വേണം. ആ ചെയ്യുന്ന ആളനുസരിച്ചാണ് നമ്മൾ ഹാസ് ഓഫ് ഹാവ് തിരഞ്ഞെടുക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു വാചകം പൂർത്തീകരിക്കുവാൻ. ഫോർ എക്സാമ്പിൾ ഞാനൊരു സബ്ജക്റ്റ് എടുത്തു ഹീ. അപ്പോൾ വീണ്ടും നമുക്ക് സ്ട്രക്ചർ നമ്പർ 3 ആയതുകൊണ്ട് ഹാസ് വെച്ചു, ഹീ ഹാസ് വാഷ്ഡ്. ഇനി സ്ട്രക്ചർ നമ്പർ 2 ആണെങ്കിൽ ഹീ വരുമ്പോൾ സ്ട്രക്ചർ നമ്പർ 2 ആവുമ്പോൾ ഹാസിന് പകരം ഈസ് ആയിരിക്കും, ഇഡിക്ക് പകരം ING ആയിരിക്കും. ഹീസ് വാഷിംഗ് ദ ബെഡ്ഷീറ്റ് വിത്ത് സോപ്പ് എന്നായിരിക്കും വരിക. കുറേ വാക്കുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. ചില പെശകുകൾ വരാം, എല്ലാം കണ്ണെത്താത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. മാക്സിമം ഞാൻ സിൻസിയറാകാൻ ശ്രമിക്കുന്നു. സെക്ഷൻ നമ്പർ 3 ആയതുകൊണ്ട് വെർബിലേക്ക് വരുമ്പോൾ അവിടെ റെഗുലർ ഇറഗുലറുണ്ട്. അപ്പോൾ ഇവിടെ റെഗുലർ എല്ലാം EDയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇറഗുലർ വരുമ്പോൾ അത് റോസ് നിറത്തിലാണ് കൊടുക്കുക. നോക്കാം, റൈറ്റ് എന്ന വാക്കിൻ്റെ തേർഡ് രൂപം റൈറ്റഡ് അല്ല, റിട്ടൺ ആണ്. അപ്പോൾ റോസ് നിറം കാണുകയാണെങ്കിൽ അത് അതിൻ്റെ അർത്ഥം അത് ഇറഗുലറാണ് എന്നുള്ളതാണ്. ഇനി ടോട്ട് വരുമ്പോൾ സത്യത്തിൽ അത് റോസ് ആണ് വരേണ്ടത്. അവിടെ ED ഇല്ല, പക്ഷെ അത് കറുത്ത നിറത്തിലാണ് ഇരിക്കുന്നത്. ഞാനത് തിരുത്താൻ പോകുന്നില്ല, അത് റോസ് തന്നെയാണ്. എൻ്റെ കണ്ണ് അവിടെ എത്തിയില്ല, അതുകൊണ്ട് അത് കറുത്ത് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഇനിയും കണ്ടാലും വ്യാകുലപ്പെടേണ്ട, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പോൾ സ്ട്രക്ചർ നമ്പർ 3 ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാസീവ് വോയിസ് ആണ് സ്ട്രക്ചർ നമ്പർ 38. സ്ട്രക്ചർ നമ്പർ 3യും 38ഉം തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം രണ്ടിനും ഒരേ അർത്ഥമാണ്. അങ്ങനെ നമുക്ക് പാസീവ് വോയിസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചെറിയ രീതിയിലൊക്കെ നമ്മൾ കണ്ടുപോകുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് പാസീവ് വോയിസ് ആക്കണം. ഇതിനെ 38ലേക്ക് കൊണ്ടുപോകണം, 1നെ 36ലേക്ക് കൊണ്ടുപോകണം, 2നെ 37ലേക്ക് കൊണ്ടുപോകണം, 3നെ 38ലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, 3 38. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് ഇൻട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ വെറുതെ എന്തിനാണ് 38ലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്? വെറുതെ അത് കൊണ്ടുപോയി കുറേ വാചകം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആദ്യം നോക്കേണ്ടത് എത്ര ക്രിയകളെ നമുക്ക് 38ലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതെങ്ങനെ നോക്കുക? ഇത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ? അതായത് ഈ ഏത് വെർബുകൾക്കാണ് പ്രവൃത്തിയെ കൈമാറ്റം ചെയ്യുവാൻ കഴിയുന്നത്, അതിൻ്റെ ഫലം കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നത്, അങ്ങനെയുള്ള ക്രിയകളെ മാത്രമേ 38ലേക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക. അപ്പോൾ 3-ാം ഭാഗം നോക്കുമ്പോൾ നമ്മളത് ഒബ്ജക്റ്റാണോ, 3-ാം ഭാഗത്ത് വാക്കുകളുണ്ട്, പക്ഷെ അത് ഒബ്ജക്റ്റാണോ എന്ന് നോക്കുക. വാഷിലേക്ക് വരിക. വാഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ബെഡ്ഷീറ്റ് അതിൻ്റെ ഫലം അനുഭവിച്ചു. ചെളി മാറി, അത് ക്ലീനായി വൃത്തിയായി മാറി. അത് ഇതിൻ്റെ ഫലം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അത് എന്ത് വെച്ചു എന്ന് പറയുന്നതാണ് വിത്ത് സോപ്പ്. ഇപ്പം നീല നിറം എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആയിട്ട് നോർമലി ബന്ധം വരില്ല. നമ്മൾ ഒബ്ജക്റ്റ് എന്ന ഈ ഭാഗമാണ് അത് നിശ്ചയിക്കപ്പെടുന്നത്. ഇനി റൈറ്റ് എന്ന് പറയുമ്പോൾ റിട്ടൺ ലെറ്റർ അവിടെ ഒരു പുതിയതായിട്ട് ഒന്നുണ്ടാകുന്നുണ്ട്. ഈ 3-ാം കോളത്തിൽ കാണുന്നത്, 3-ാം ഭാഗത്ത് കാണുന്നത് ഒബ്ജക്റ്റാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധാരണ രീതിയിൽ 2 ചോദ്യങ്ങൾ നോക്കുക.
ആരെ അല്ലെങ്കിൽ എന്ത് എന്ന്. ഇവിടെ എന്ത് എന്നതിന് എ ലെറ്ററുണ്ട്, ഇവിടെ എന്ത് എന്നതിന് ബെഡുണ്ട്. ഓക്കെ, ഇനി വേറെ രീതിയിലും ചിന്തിക്കുക. അതായത് ഇവിടെ വയ്ക്കുന്നത് പുതിയതായിട്ടൊന്നും ഉണ്ടാകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒബ്ജക്റ്റ് തന്നെയാണ്. മാറ്റങ്ങൾ സംഭവിച്ചാലും ഒബ്ജക്റ്റാണ്, നഷ്ടപ്പെട്ടാലും ഒബ്ജക്റ്റാണ്, ഉണ്ടായാലും അത് ഒബ്ജക്റ്റാണ്. എന്തിന് ഉത്തരമായിട്ട് വരുന്നു. ക്ലിയറായ റൈറ്റ്? ഒരു വൈറ്റ് ഷീറ്റിൽ നമ്മുടെ വികാരങ്ങളെ കുത്തി കുറിക്കുമ്പോൾ അവിടെ പുതിയതായിട്ടൊന്നും ഉണ്ടാകുന്നു. എന്താണ്? എ ലെറ്റർ, അതും ഒബ്ജക്റ്റാണ്. ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ഉണ്ടാകുന്നതല്ല, ഓൾറെഡി ഉള്ളതിലാണ് മാറ്റം വരുന്നത്. അതും എന്തു തന്നെയാണ്? ഒബ്ജക്റ്റാണ്. ഇനിയിപ്പോൾ ഡിമോളിഷ് എന്ന് പറയുന്നത് എന്താണ്? തകർക്കുക. തകർത്ത് കഴിഞ്ഞാൽ ഇല്ലാതെ ആകുകയാണ്, എന്നാലും ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഐ ഹാവ് പ്രിപ്പയർഡ് ലഞ്ച്. ലഞ്ച് എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്നു, അത് ഒബ്ജക്റ്റാണ്. ഐ ഹാവ് ഡിസ്ട്രോയിഡ് ഇറ്റ്, അത് പറയുമ്പോൾ അത് നഷ്ടപ്പെടുന്നതാണ്, അതും ഒബ്ജക്റ്റാണ്. ഓക്കെ, ഐ ഹാവ് മൂവ്ഡ് ദ ടേബിൾ, അവിടെ മാറ്റമാണ് സംഭവിക്കുക, ഉള്ളതിന് അതും ഒബ്ജക്റ്റാണ്. റൺ എന്ന് പറയും നോക്കുക, അവിടെ ക്രൈ എന്ന് പറയും നോക്കുക, അതിന് ഒബ്ജക്റ്റ് ഇല്ല. കരയാൻ ഞാനും എൻ്റെ കരച്ചിലും, ഓടാൻ ഞാനും എൻ്റെ ഓട്ടവും, അതിൽ മൂന്നാമതൊന്നില്ല. ഓക്കെ, ഓൺ ദ ഗ്രൗണ്ട് വിത്ത് രാജു, രാജുവിൻ്റെ കൂടെ ഓടി എന്നാണ്. റിപ്പയർഡ് അത് ഓക്കെയാണ്. പെർഫോംഡ് ഓൺ ദ സ്റ്റേജ്, പെർഫോംഡ് ഓൺ ദ സ്റ്റേജ് പറയുമ്പോൾ ഒബ്ജക്റ്റ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, കൊടുത്തില്ല എന്നുള്ളൂ, വേണമെങ്കിൽ കൊണ്ടുവരാം. പെർഫോംഡ് എ ഡാൻസ് ഓൺ ദ സ്റ്റേജ്, അപ്പോൾ എന്താണ്? എ ഡാൻസ് എന്നത് ഒബ്ജക്റ്റാണ്. ഓക്കെ, കട്ട് വെജിറ്റബിൾസ് മൈ ഷർട്ട്, ഇതിൻ്റെ എല്ലാ അർത്ഥം നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. റെഗുലർ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു, ആറുകൊണ്ട്. മാറ്റം വരുന്നവയെ IR കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ടോട്ടലും ഒരു IR ഉണ്ട്, അത് റോസ് നിറമായിട്ട് കാണുക. ഓക്കെ, അത് കൊടുക്കുവാൻ മറന്നു പോയതാണ്. ഇപ്പോൾ അതിനെ 38 മാറിയപ്പോൾ വ്യത്യാസം വന്നു. ശ്രദ്ധിക്കുക, ഈ ഒരു ടേബിൾ മാറി, ഇതേപോലെ തന്നെ ഉണ്ടാക്കി വയ്ക്കുക. 36 മുതൽ 43 വരെയുള്ള ടേബിളുകളുടെ ഒരു രൂപമാണ്. ഇങ്ങനെയാണ്, സിമ്പിൾ ടേബിളാണ്, അധികം പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ റൺ എന്നതും ക്രൈ എന്നതും അഗ്രമകമാണ്, ഇൻട്രാൻസിറ്റീവാണ്. റൺ ചില സാഹചര്യങ്ങളിൽ ട്രാൻസിറ്റീവ് ആകും, അത് നമ്മൾ കണ്ടു. റൺ മൂലം അനുഭവിച്ചതൊന്നുമില്ലാത്തത് കൊണ്ട് ഇവിടെ നോ പാസീവ് എന്ന് എഴുതിയിരിക്കുന്നു. ആദ്യ കോളം നോക്കുക, ക്രൈഡിനും നോ പാസീവ്. പെർഫോം എന്ന് പറയുന്നത് അവിടെ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ നോ പാസീവ് വന്നത്. സ്ട്രക്ചർ നമ്പർ 3യുടെ ആ പറയുന്ന ഒബ്ജക്റ്റുകളെല്ലാം 38 വരുമ്പോൾ ആദ്യ ഭാഗത്തായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആ ഡോട്ട്സിൽ എന്നുള്ളത് മുകളിൽ നോക്കിയാൽ അറിയാം. ഹെഡ്, ബോഡി, ടെയിൽ, അതായത് ഒരു മനുഷ്യരൂപം പോലെയാണ് അത് പറയുന്നത് ബോഡിയിൽ. ഇനി നമുക്ക് വേണ്ടത് വാട്ട് വി ലാക്ക് ഈസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ. അത് ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് ഹാസ് ബീനാണ്, ഒറ്റ ഷീറ്റാണ്. ബെഡ്ഷീറ്റ്സ് ആണെങ്കിൽ ഹാവ് ബീൻ വരും. ദ ബെഡ്ഷീറ്റ്സ് ഹാവ് ബീൻ വാഷ്ഡ് വിത്ത് സോപ്പ്. ഇനി ആരാലെന്ന് നമുക്ക് ബൈ വെച്ചിട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ടു ഹിം ബൈ ആരാൽ. പെർഫോംഡ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യത്തിൽ ഒബ്ജക്റ്റിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് അതിനാണ് നോ പാസീവ്. മറ്റേതിൽ ഒബ്ജക്റ്റിൽ ഉള്ളത് കൊണ്ട് ആക്റ്റീവ് വോയിസിൽ അത് ഇവിടെ വന്നപ്പോൾ ആദ്യം വന്നു, അതിനെ പാസീവ് ആക്കുവാനും സാധിക്കുന്നു. അപ്പോൾ എ ക്ലാസിക്കൽ ഡാൻസ് ഹാസ് ബീൻ പെർഫോംഡ് ബൈ ഇന്നയാൾ ശോഭന എന്ന രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നു. ഓക്കെ, ഇതെൻ്റെ അഡ്വർബിയിലാണ്. എപ്പോൾ, എങ്ങനെ, ആരുടെ കൂടെ, ആർക്ക് വേണ്ടി എന്നൊക്കെ പറയുന്ന, എവിടെ എന്നൊക്കെ പറയുന്ന ഭാഗമാണിത്. ഇത് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ഒരേപോലെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഈ 3+ ഇവിടെ വെച്ചുകൊണ്ട് 3യെ അപ്പുറം കൊണ്ടുപോകാം. ഇതൊക്കെ നിങ്ങളുടെ ഭാഷയുടെ ഭംഗി അനുസരിച്ച് നോക്കുക. ദ ബെഡ്ഷീറ്റ് ഹാസ് ബീൻ വാഷ്ഡ് ബൈ രാജു വിത്ത് സോപ്പ് എന്നും പറയാം. ദ ബെഡ്ഷീറ്റ് ഹാസ് ബീൻ വാഷ്ഡ് വിത്ത് സോപ്പ് ബൈ രാജു എന്ന് പറയാം. പറയാൻ എളുപ്പമുള്ളത് ഏതാണ്, കേൾക്കുമ്പോൾ ഇമ്പമുള്ളത് ഏതാണ്, അതനുസരിച്ച് ചൂസ് ചെയ്യുക. ഇവിടെ ജമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നോർമലി ജമ്പ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് ആണ്, എന്നാൽ ചില സാഹചര്യങ്ങളിൽ ജമ്പ് ട്രാൻസിറ്റീവ് ആകുന്നു. നോർമലി സ്വിം എന്ന് പറയുന്നത്, നീന്തുക എന്നത് ഇൻട്രാൻസിറ്റീവ് ആണ്. നമ്മളൊരു പുഴയിൽ നീന്തിയാൽ, ഒരു പൂളിൽ നീന്തിയാൽ അത് ഇൻട്രാൻസിറ്റീവ് ആണ്. എന്നാൽ ഒരു മത്സരത്തിൽ നീന്തുമ്പോൾ അത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അതാണ് ആ വ്യത്യാസങ്ങൾ. ജമ്പ് 2 സ്വിം അതിൻ്റെ 3rd ഫോമായ സ്തം 2 പ്രാവശ്യം വന്നിരിക്കുന്നത്.
ഓക്കെ. sang, translate, fixed, baked a cake, read, sat, ഇരുന്നു. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ. റോസ് നിറത്തിൽ കാണുന്നത് ഇറഗുലർ, EDയിൽ കാണുന്നത് റെഗുലർ. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഈ രൂപത്തിലേക്ക് പോകാം. പാസീവ്. ഓക്കെ. നോ പാസീവ് എന്ന് എഴുതിയിരിക്കുന്നത് ഏതാണെന്ന് മനസ്സിലാക്കുക. ദ എയർ കണ്ടീഷണർ ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ സിംഗുലർ ആണ്, ഒന്നേ ഉള്ളൂ. ഹാസ് ബീൻ ഫിക്സ്ഡ് ഓൺ ദ വാൾ ബൈ ദ മെക്കാനിക്, ബൈ ദ ടെക്നീഷ്യൻ എന്ന രീതിയിൽ പറയാം. എ കേക്ക് ഹാസ് ബീൻ ബേക്ക്ഡ് ടു സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ. വെജിറ്റബിൾ വായിക്കാൻ പറ്റുള്ളൂ, റീഡെന്ന് കാണിക്കുക. അത് ഞാൻ പറയുന്നത് ചില സമയത്ത് ഇത് കണ്ടെത്തില്ല, ഇതിനെ ഡോക്യുമെൻ്റ് ആക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ അതനുസരിച്ച് ബുദ്ധി ഉപയോഗിച്ച് അത് സാറിന് അറിയാതെ കാണാതെ പോയതാണെന്ന് ചിന്തിക്കുക. ഇനി അതും പിടിച്ചുകൊണ്ട് വരരുത്. 1 മുതൽ 12 വരെയും 36 മുതൽ 43 വരെയും ഉള്ള ഘടനകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെർബുകൾ, ഘടനകൾ പഠിക്കുക. ഇതെല്ലാം തന്നു എന്ന് വിചാരിച്ച് എല്ലാ ഘടനകളിലും എല്ലാ വെർബുകളും ചിലപ്പോൾ സാധ്യമല്ല. വെർബുകൾ കുറേ തന്നു എന്ന് വിചാരിച്ചിട്ട് 1 മുതൽ 12 വരെയും 36 മുതൽ 43 വരെയുള്ള എല്ലാ ഘടനകളിലേക്കും എല്ലാ വെർബുകളും കൊണ്ടുപോകാൻ സാധിക്കില്ല. ചില വെർബുകൾ അകർമകമാണെങ്കിൽ പറ്റില്ല. ഇപ്പോൾ സ്റ്റേറ്റിനെ കുറിക്കുന്ന വെർബുകളുണ്ട്, അതിന് ING ഇല്ല. അപ്പോൾ ING ഇല്ലാത്ത വെർബാണെങ്കിൽ അതിന് ING ടെൻസുകളിൽ വരാൻ പറ്റില്ല. അപ്പം അത് നിങ്ങൾക്ക് ഘടനയിൽ അതെല്ലാം പറയും. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ടേബിൾ ഉള്ളത് 3ാമത്തെ ഘടനയിലാണ്. നമ്മളൊരു വാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 2ാമത്തെ ഘടനയ്ക്ക് ഇതേപോലെ എല്ലാ വാക്കുകളും പറഞ്ഞു തരില്ല. 2ാമത്തെ ഘടന ഉണ്ടാക്കുവാൻ എന്തായി, ഇവിടെ 2 ആക്കുക, ഈസാമാർ വയ്ക്കുക, ഇവിടെ തേർഡ് ഫോം എന്നുള്ള ING ആക്കുക, ഇവിടെ EDക്ക് പകരം ING ആക്കിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് 2ാമത്തെ ഘടനയിലും വാചകങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഇതിൽ നിന്ന് അതിലേക്കൊക്കെയുള്ള പ്രചോദനമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ED രൂപത്തിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്ഷൻ ഫീൽ ചെയ്ത് കാണാം. INGയിൽ കൊണ്ടിരിക്കുക എന്ന രീതിയിൽ അതിനെ കാണാം. ദ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഓഫർ അവൻ തന്ന ഓഫർ സ്വീകരിച്ചു. ഐ ഹാവ് അക്സെപ്റ്റഡ്. അച്ചീവ്, നേടുക, അതാണ് ED വരുമ്പോൾ പെർഫെക്ഷനായി യുവർ ഗോൾ. ഞാൻ എല്ലാം ED ചേർത്ത് പറയില്ല. ഓക്കെ. ആഡ്, ചേർക്കുക. ദ ബട്ടർ ആൻഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ വെണ്ണയും പഞ്ചസാരയും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാം, പഞ്ചസാരയിൽ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഘടനയിൽ പറയുമ്പോൾ ബട്ടറും ഷുഗറും കുറച്ച് കൊണ്ടുപോയി പായസത്തിലിടുക, എന്നിട്ട് പറയുക ഐ ഹാവ് ആഡഡ് ദ ബട്ടർ ആൻഡ് ഷുഗർ എന്ന് അമ്മയോട് പറയുക. നമ്മളിതെല്ലാം ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. ഇതിന് ജീവൻ കൊടുത്താൽ മാത്രമേ ഗുണകരമാകുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് പെട്ടെന്ന് ജീവൻ കൊടുക്കാൻ പറ്റുന്ന ഈ ഉദാഹരണങ്ങളിൽ ഏതാണ്? ഇപ്പോൾ ഓഫർ സ്വീകരിക്കാനായിട്ട് അത് ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് അഭിനയിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതിന് ജീവൻ കൊടുക്കുവാനോ ചിലപ്പോൾ സാധ്യമല്ല. യു ഹാവ് അച്ചീവ്ഡ് യുവർ ഗോൾ. നീ നിൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്തു എന്ന് ചിലപ്പോൾ ആരോട് പറയാൻ പറ്റും? നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്ക് പറയാൻ ആളില്ല, പറയാൻ സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് കഠിന പ്രയത്നം ചെയ്യുകയും PSC ടെസ്റ്റുകൾ എഴുതി അവസാനം അവൻ ആ ജോലി കിട്ടുമ്പോൾ അവനോട് എനിക്ക് പറയാമല്ലോ, യു ഹാവ് അച്ചീവ്ഡ് യുവർ ഗോൾ, അറ്റ് ലാസ്റ്റ് യു ഹാവ് അച്ചീവ്ഡ് യുവർ ഗോൾ എന്ന് അവനോട് പറയാമല്ലോ. അത് നല്ലൊരു, അങ്ങനെയും നമുക്ക് പഠിക്കാൻ സാധിക്കും നിവൃത്തിയില്ലെങ്കിൽ. പക്ഷേ എന്നാൽ 3ാമത്തെ രീതിയിലേക്ക് വരുമ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കാം. ഓണത്തിന് പായസം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് ഇച്ചിരി ബട്ടറും ഷുഗറും അതിലേക്ക് ആഡ് ചെയ്തിട്ട് അമ്മയോട് പറയുക, അമ്മേ ഐ ഹാവ് ആഡഡ് സം മോർ ബട്ടർ ആൻഡ് ഷുഗർ, കുറച്ചുകൂടി ഷുഗറും ബട്ടറും ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ ചായയിൽ ആഡ് ചെയ്യുക, അമ്മേ ഐ ഹാവ് ആഡഡ് ലിറ്റിൽ ഷുഗർ എന്ന രീതിയിൽ പറയാം. ഇന്ന് തന്നെ പോയി ചെയ്തോളൂ. വീട്ടിൽ ചായ തിളപ്പിക്കില്ലേ, തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി ഈ പണി ചെയ്തിട്ട് ഈ വാചകം പഠിക്കുക. പെയിൻറ്റഡ് ദ ഹൗസ് ജീവിക്കണമെങ്കിൽ ഒരു ചുമലിൽ ഇച്ചിരി പെയിൻറ്റ് പോയി അടിച്ചിട്ട് വാൾ എന്ന് പറയാം. ഐ പെയിൻറ്റഡ് ദ വാൾ, ഐ ആം പെയിൻറ്റിങ് ദ വാൾ, ഐ വിൽ പെയിൻറ്റ് ദ വാൾ എന്ന് പറയുക. അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ 9ാമത്തെ സ്ട്രക്ചറിൽ പറഞ്ഞു പഠിക്കുക, ഐ വിൽ പെയിൻറ്റ് ദ വാൾ ടുമാറോ, അതാണ് 9. എന്നിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യുക, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ആം പെയിൻറ്റിങ് ദ വാൾ എന്ന് പറയുക. ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഐ
ഹാവ് പെയിൻറ്റഡ് പറയുക, പിറ്റേ ദിവസം പറയുക 5 ഐ പെയിൻറ്റഡ് ദ വാൾ യെസ്റ്റർഡേ എന്നൊക്കെ നമുക്ക് സുന്ദരമായിട്ട് ജീവിച്ച് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ പോയിട്ട് ഒരു പെയിൻറ്റ് കടയിൽ പോയിട്ട് നമ്മുടെ ചുമരിന് അടിക്കുന്ന ഒരു പെയിൻറ്റ് മേടിക്കുക, എന്നിട്ട് ഒരു ചുമരിലെങ്കിലും പോയി അടിക്കുക, എന്നിട്ട് ഇത് പ്രയോഗിക്കുക. ചുമര് വൃത്തികേടായാലും പഠനം നടക്കും അല്ലേ? ഓക്കെ. അഫോർഡ് വഹിക്കുക, ചിലവ്, ദ എക്സ്പെൻസ്. ഇനി ഘടനകൾ മാറ്റിയിട്ട് പല രീതിയിലേക്ക് കൊണ്ടുപോകുക. അഗ്രീഡ് വിത്ത് യു, സമ്മതിച്ച് എന്നർത്ഥത്തിലാണ് ഇവിടെ വരിക. അഗ്രീഡാണ്. ഓക്കെ. വിത്ത് യു, നിന്നോട്. അലൗ ചെയ്യുക, അനുവദിക്കുക. ദ വിസിറ്റർ, സന്ദർശകൻ. ഉത്തരം പറയുക, ചോദ്യത്തിന് ഉത്തരം പറയുക. ആൻസർ ഉത്തരം പറയുക. ആൻസേഡ് ഇവിടെ തേർഡ് ഫോം വന്നു. അപ്പോൾ ഉത്തരം പറഞ്ഞ് ട്ടുണ്ട്, ഹാവ്, ഹാസ്. ഓക്കെ. അപ്പിയേർഡ് പ്രത്യക്ഷപ്പെടുക ഇൻ ദ സീ. ഈട് വരുമ്പോൾ അതിനെ പെർഫെക്ഷനോടുകൂടി കാണുക. കടലിൽ. അപ്ലൈഡ് ടു ജോയിൻ ദ ഓർഗനൈസേഷൻ. അപ്ലൈ ചെയ്യുക. എന്താണ്, ചില വാക്കുകളുടെ മലയാളം ഞാൻ നോക്കിയാൽ കിട്ടില്ല, അല്ലെങ്കിൽ ആ സമയത്ത് മനസ്സിലേക്ക് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുക. അല്ല, ഞാൻ അപ്ലൈ ചെയ്തു, ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ജോലിക്ക്, ഞാൻ അപ്ലൈ ചെയ്തു എന്നാണ് പറയുക. ഇനി നമുക്കതിൻ്റെ ആക്സിലറികളാണ്. ഘടനയനുസരിച്ച് അവ മാറുന്നു. ഘടനയനുസരിച്ച് വിവിധങ്ങളായ സഹായക്രിയകൾ അവിടെ വരുന്നു. ആർഗ്യൂ വിത്ത് ദ മാനേജർ. ആർഗ്യൂ, വാദിക്കുക. വിത്ത് ദ മാനേജർ. ആസ്ക്, ചോദിക്കുക, ആൻ്റണിയോട്. ചോദിച്ചു. അസ്യൂംഡ്, സങ്കല്പിക്കുക. സങ്കല്പിക്കുക. അസ്യൂംഡ് 2 രീതിയിൽ വരാം. സെക്കൻഡ് രൂപമായിട്ട് വന്നാൽ സങ്കല്പിച്ചിരുന്നു എന്നാണ്. തേർഡ് രൂപമായിട്ട് വരുമ്പോൾ ഇവിടുത്തെ രൂപത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥം ഹാവും ഹാസുമാണ് കൊടുക്കുക. ബേസ്ഡ് എക്കണോമി ഓൺ ഫാമിംഗ്. എക്കണോമി അതിൻ്റെ സമ്പദ് വ്യവസ്ഥ, സമ്പത്ത് എന്താ അതല്ലേ പറയുക, ഓൺ ഫാമിങ്ങിലാണ് ബേസ് ചെയ്യുന്നത്. ബിക്കം ആൻ എൻജിനീയർ. അവിടെ ബിക്കംഡ് ആണ് കൊടുത്തിരിക്കുക. ബിക്കമായി തീരുക. ആൻ എൻജിനീയർ. ബിഗിൻഡ് ദ ക്ലാസ്, തുടങ്ങുക. ബിലീവ്ഡ്, അവിടെ ഇരിക്കുക നീല നിറമാണ് വരേണ്ടത്, പക്ഷേ ബിലീവ്, വിശ്വസിക്കുക. ദാറ്റ് യു ആർ ട്രസ്റ്റ് വർത്തി. ഐ ബിലീവ് ദാറ്റ് യു ആർ ട്രസ്റ്റ് വർത്തി. നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ അതും നോക്കുക. എല്ലാം തന്നു എന്ന് വിചാരിച്ച് എല്ലാ ഘടനകളിലും ചേരില്ല. ബെറ്റഡ്, പന്തയം വയ്ക്കുക. യു ദാറ്റ് ഷീ ഈസ് മാരീഡ്. ഐ ബെറ്റ് യു ദാറ്റ് ഷീ ഈസ് മാരീഡ്. ഞാൻ നിന്നോട് പന്തയം വയ്ക്കുന്നു അവൾ മാരീഡാണെന്ന്. ബൊറോവ്ഡ്, കടം വാങ്ങിക്കുക. സം മണി, പണം. ബോതേഡ്, റീനുവിനെക്കുറിച്ച് വ്യാകുലപ്പെടുക. ബോദർ, ഡോണ്ട് ബോദർ അബൌട്ട് മീ. എന്നെക്കുറിച്ച് നീ ബോദർ ചെയ്യേണ്ട. മലയാളത്തിലും വ്യാകുലപ്പെടുക എന്നതിനേക്കാളും കൂടുതൽ ബോദറിങ് തന്നെയാണ് നമ്മൾ പറയുക. ഓക്കെ. ബിക്കമിൻ്റെ അടിയിൽ ഒരു ചുവന്ന അണ്ടർലൈനുണ്ട്. ബിഗിനിൻ്റെ അടിയിൽ അണ്ടർലൈനുണ്ട്. ബെറ്റിൻ്റെ അടിയിൽ അണ്ടർലൈനുണ്ട്. അപ്പോൾ ഇടിയിൽ കാര്യം നടക്കില്ല എന്നാണ് അവ സൂചിപ്പിക്കുന്നത്. അവയ്ക്ക് 3, അവ 3 ഹൈലൈറ്റഡ് ആണ്. അവയെ മാറ്റിപ്പഠിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ബിക്കംഡ് അല്ല, തേർഡ് രൂപം ബിക്കമാണ്, ബിഗണാണ്, ബെറ്റാണ്. ബെറ്റിൻ്റെ തേർഡ് രൂപം ബെറ്റാണ്. ഓക്കെ. സെക്കൻഡ് രൂപം എന്താണെന്നുള്ളത് സ്ട്രക്ചർ നമ്പർ 5 പഠിക്കുക. കാരണം സ്ട്രക്ചർ നമ്പർ 5 മാത്രമാണ് ഈ പ്രവൃത്തിയുടെ സെക്കൻഡ് രൂപങ്ങൾ വരിക. ഇനി പുതിയ വാക്കുകൾ. ബ്രേക്ക്, പൊട്ടിക്കുക. ബ്രിങ്, കൊണ്ടുവരിക. ബിൽഡ്, നിർമ്മിക്കുക. ബൈ ദ ബുക്ക്, ടെമ്പിൾ, അമ്പലം. അംബ്രല, കുട. കോൾ ദ പോലീസ്, പോലീസിനെ വിളിക്കുക. ക്യാൻസൽ, റദ്ദാക്കുക. കെയർ, ശ്രദ്ധിക്കുക. ക്യാരീഡ്, ചുമക്കുക. ട്രീറ്റ്, സൽക്കരിക്കുക. ക്യാച്ച്, പിടിക്കുക. എന്തൊക്കെയാണ് വലതുഭാഗത്ത് എന്നുള്ളത് അർത്ഥം ചിന്തിക്കുക. ലഗേജ് എന്താണെന്നും മലയാളത്തിൽ വരേണ്ട. ഗസ്റ്റ് എന്തിന് മലയാളം ഒന്നും പറയേണ്ട. പോലീസ്, ബുക്ക്, ടെമ്പിൾ ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷ് വാക്കുകളായിട്ടാണ് ഉപയോഗിക്കുക. ഇവിടെ ക്യാരീഡ് എന്നതിൻ്റെ മുകളിലൊരു സ്റ്റാർ കാണാം. എന്താണ് ആ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ അവിടെ ആ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ടെന്ന് കാണിക്കാനാണ്. ഇപ്പം ക്യാരി എന്നതിനെ നമ്മൾ തേർഡ് ഫോം ആക്കുമ്പോൾ വെറുതെ ഇ ഡി ചേർത്താൽ പോരാ. ആ വൈ കളഞ്ഞിട്ട് IED ആണ് ചേർക്കുക.
അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സ്റ്റാർ ഇട്ടിരിക്കുക. അപ്പോൾ സ്റ്റാർ കാണുമ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അവിടെ ഇ ഡി ഉണ്ടെങ്കിലും അത് ആ ഇ ഡി വെറുതെ ചേർക്കാൻ പറ്റില്ല. റെഗുലർ ആണെങ്കിലും വെറുതെ ചേർക്കാൻ പറ്റില്ല. അതിൻ്റെ വൈ മാറ്റി ഐ ആക്കിയിട്ട് ചേർക്കണം. അതുകൂടി ഇനി സ്റ്റാറുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക. അണ്ടർലൈനുള്ളത് 5 വാക്കുകൾക്കാണ്. പുതിയ രൂപങ്ങൾ സ്വീകരിക്കുന്നു. പൊട്ടിക്കുക. ബ്രോക്കനാണ്. താഴേക്ക് ഐ ഹാവ് ബ്രോക്കൺ മൈ വോൺ എന്നൊക്കെ പറയാൻ എളുപ്പമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, ജീവിച്ച് പഠിക്കാൻ പറ്റും. ഫോൺ എടുക്കുക, തറയിലേക്ക് ഒറ്റ എറിയുക, പൊട്ടുന്ന രീതിയിൽ എഴുതുക. എന്നിട്ട് വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും പറയുക, മദർ, ഡാഡ്, വേർ ആർ യു? ഐ ഹാവ് ബ്രോക്കൺ മൈ ഫോൺ. പുതിയത് വേണം, ഐ നീഡ് എ ന്യൂ വൺ എന്നൊക്കെ പോയിട്ട് പഠിച്ച് പറഞ്ഞ് പഠിക്കുക, ജീവൻ കൊടുത്ത് പഠിക്കുക. ബ്രിങ്ഡ് അല്ല, ബ്രോട്ടാണ്. ബിൽഡഡ് അല്ല, ബിൽറ്റാണ്. ബൈഡ് അല്ല, അത് ബോട്ടാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ക്യാച്ച് അല്ല, അത് കോട്ടാണ്. ഓക്കെ, പിടിക്കുക. ഇതൊക്കെ വെച്ച് 1 മുതൽ 12 വരെ, 36 മുതൽ 43 വരെ ഘടനയിൽ 20 ഘടനയിലേക്ക് കൊണ്ടുപോകാം. ചിലതെല്ലാം 20 ഘടനയ്ക്കും പറ്റും, ചിലത് കുറച്ച് ഘടനകൾക്ക് പറ്റില്ല. ഓക്കെ, ഡിസിഷൻ, തീരുമാനം, ചേഞ്ച്, മാറ്റുക. ചാർജ് ചെയ്യുക ₹3,000. ദ പോലീസ് ചാർജ്ഡ് മീ ₹3,600 ഫോർ വയലേറ്റിംഗ് ദ ട്രാഫിക് റൂൾ. ചാർജ് ചെയ്തു. ചെക്ക്ഡ്, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. രക്തസമ്മർദ്ദം. ചൂസ്, തിരഞ്ഞെടുക്കുക എ കോഴ്സ്. ക്ലെയിം, കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുക, നേടിയെടുക്കുക എന്ന രീതിയിൽ. ക്ലെയിംഡ്, അതിൻ്റെ മലയാളം എന്താ? എനിക്ക് കിട്ടുന്നില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞല്ലേ. ക്ലീൻ ദ കിച്ചൺ, അടുക്കള വൃത്തിയാക്കുക. ക്ലിയർഡ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. എൻ്റെ മലയാളമൊന്നും ആവശ്യമില്ല, സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് എന്താ അല്ലേ? നിങ്ങളുടെ കുറേ എൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി സർ എന്നാ പറയുക. ഓക്കെ, ക്ലോസ്, അടയ്ക്കുക. കളക്റ്റഡ് ദ പാഴ്സൽ, പാഴ്സൽ കളക്ട് ചെയ്യുക. കോംഡ്, ചീകുക. ദ ഹെയർ, മുടി. എനിക്ക് ചിലപ്പോൾ മലയാളം കിട്ടുന്നില്ല, അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോയി നോക്കി പഠിക്കുക കേട്ടോ. അതിനുവേണ്ടി എനിക്ക് ഡിക്ഷണറി എടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നമുക്ക് മാറ്റമുള്ളത് ചൂസ്ഡ് അല്ല, ഒറ്റ വാക്ക് മാത്രമാണ്. ഈ പേജിൽ അത് ചോസൺ ആണ്. ഓക്കെ, 3rd രൂപം, ബാക്കിയെല്ലാം ഓക്കെ. ഇനി നമുക്ക് അടുത്ത രീതിയിൽ വരാം. ഓക്കെ, ആദ്യം 3-ാം ഭാഗത്ത് നോക്കുക. ഫ്രം ദ മാർക്കറ്റ്, ചന്തയിൽ നിന്ന് 2 ചെയർസ്, 2 കസേരകൾ. ടു ദ ടീച്ചർ, ടീച്ചറിനോട്. യുവർ പേരൻസ്, നിൻ്റെ പേരൻസ്. ദ ആക്ടിവിറ്റീസ്, നിൻ്റെ ചെയ്തികൾ. ഓക്കെ, ദ കോയിൻസ്, ലൗഡ്ലി, ഉച്ചത്തിൽ. ദ കാർ, എല്ലാം ക്ലിയറാണ്. ഇനി വെർബിൻ്റെ അർത്ഥം കം, വരിക. കമ്പയർ, താരതമ്യം ചെയ്യുക. കംപ്ലെയിൻ, പരാതി കൊടുക്കുക. കൺസിഡർ, പരിഗണിക്കുക. കണ്ടിന്യൂ, തുടരുക. കോസ്റ്റ്, വിലമതിക്കുക. കൗണ്ട്, എണ്ണുക. കഫ്, ചുമയ്ക്കുക. കവർ ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ റെഗുലർ, ഇറഗുലർ നോക്കുക. ക്രിയേറ്റഡ്, ഉണ്ടാക്കുക, പുതിയതായി ഒന്നുണ്ടാക്കുക. ക്രിയേറ്റഡ്, ഉണ്ടാക്കുക. ഓക്കെ, ക്രിയേറ്റഡ് എന്നത് 2nd ഫോം ആണെങ്കിൽ ഉണ്ടാക്കിയിരുന്നു, 3rd ഫോം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ ഹാവ്, ഹാസ് ചേർത്ത് പൂർണ്ണരൂപം കിട്ടുന്നു. എല്ലാം മനസ്സിലായി. അപ്പോൾ ഇവിടെ കം മാത്രമാണ് ഇറഗുലർ, അത് കമ്മിൻ്റെ ഇറഗുലർ. കമ്മിൻ്റെ 3rd ഫോം കം തന്നെയാണോ, അത് മാത്രം മാറ്റിയിരിക്കുന്നു. ഓക്കെ, പുതിയതായിട്ടുള്ള വാക്കുകൾ. ഇവിടെ ഒരു സ്റ്റാർ വന്നിരിക്കുന്നു. അവിടെ സ്പെല്ലിംഗ് നോക്കുക. ക്രൈ എന്ന് പറയുമ്പോൾ CRY ആണ്. ക്രൈഡ് എന്ന് പറയുമ്പോൾ CRYED അല്ല, CRIED ആണ്. സ്റ്റാർ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ ദ കേക്ക് ഫോർ ദ മിൽക്ക്, പാല്. ഓൺ ദ സ്ട്രീറ്റ് വിത്ത് ദ ഇഷ്യൂ, പ്രശ്നം. എൻഹാൻസ് മൈ മെമ്മറി, ഓർമ്മശക്തി കൂട്ടുക. എൻഹാൻസ് ചെയ്യുക, കൂട്ടുക. ഓൺ ഹിസ് ഫാദർ മേൽ. മീറ്റിംഗ് ഇൻ ആൻ ആക്സിഡൻറ്റൽ ഇൻടു 2 പീസസ്, 2ആയിട്ട്. ഹോംവർക്ക് ഒക്കെ അറിയാം. കട്ട്, മുറിക്കുക. ക്രൈ, കരയുക. ഡാൻസ്, നൃത്തം ചെയ്യുക. ഡീൽ ചെയ്യുക. ആ ഇഷ്യൂ ഒന്ന് ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താ? പരിഹരിക്കുക. ഡിസൈഡ്, തീരുമാനിക്കുക. ഡിപ്പെൻഡ്, ആശ്രയിക്കുക. ഡിസ്ക്രൈബ്, വിവരിക്കുക. ഡൈ, മരിക്കുക. ഡിവൈഡ് ചെയ്യുക. ഡു, ചെയ്യുക. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയില്ലേ, 2 പീസായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി 3rd ഫോം. കട്ടിന് കട്ടിടില്ല, ഡീലിന് ഡീൽഡില്ല.
ഡൂവിന് ഡൂഡില്ല. നോക്കാം, നമുക്ക് 3 വാക്കുകൾ കറ്റ് തന്നെയാണ്. ഡെൽറ്റാണ്. ഡീലിൻ്റെ തേർഡ് രൂപം ഡീൽഡല്ല, ഡൂവിൻ്റെ ഡൂഡല്ല, ഡണ്ണാണ്. അപ്പോൾ ഇതും മനസ്സിലായി. ഓക്കെ, അർത്ഥം മനസ്സിലായി. ഡ്രോ വരയ്ക്കുക, ഡ്രൈവ് ചെയ്യുക, ഡ്രോപ്പ് ഇടുക, താഴെ ഇടുക, ഈറ്റ് കഴിക്കുക, എൻ്റെ അവസാനിക്കുക, എൻജോയ് സന്തോഷിക്കുക, എൻ്റർ കടക്കുക, എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കുക, എക്സ്പ്ലെയിൻ വിവരിക്കുക, ഫേസ് ചെയ്യുക. 3 അണ്ടർലൈനുള്ളത്. ഡ്രൈവ്, ഡ്രോ വരയ്ക്കുക, ഡ്രോഡല്ല, ഡ്രോണാണ്. ഡ്രൈവിഡല്ല, എല്ലാവരും ഡ്രൈവിഡ് എന്ന് പറയുന്ന കുറേ പേർ ഡ്രൈവിഡ് എന്ന് പറയാറുണ്ട്, അത് ഡ്രിവനാണ്. ഈറ്റഡല്ല, ഈറ്റഡ് താഴെയാണ് വരേണ്ടത്. അത് മുകളിൽ പോയി അതിനെ താഴെയാക്കി കാണുക. ഡ്രോപ്ഡ് തന്നെ ഈറ്റനായി മാറുന്നു. ഫോൾ, ഓക്കെ, വീഴുക. ഫീഡ്, തീറ്റ കൊടുക്കുക. ഫീൽ ചെയ്യുക. ഫൈറ്റ് ചെയ്യുക. ഫിൽ ചെയ്യുക. ഫൈൻഡ് ചെയ്യുക. ഫിനിഷ് ചെയ്യുക. ഫിറ്റ് ഒതുകുക. ഫോളോ പിന്തുടരുക. ഫോർഗെറ്റ് മറക്കുക. ഫോമൊന്ന് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് അതിൻ്റെ മലയാളം വേണോ? ഞാനും അവളുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി, അതിൻ്റെ മലയാളം വേണോ? ഭയങ്കര ഫൈറ്റായിരുന്നു അത്. ഓക്കെ. ഫോൾ എന്ന് പറഞ്ഞ തേർഡ് രൂപം ഫോളനാണ്. ഫീഡല്ല, ഫെഡാണ്. ഫീൽഡല്ല, ഫെൽറ്റാണ്. ഫൈറ്റഡല്ല, ഫോട്ടാണ് തേർഡ് രൂപം. ഫൈൻഡല്ല, ഫൗണ്ടാണ്. ഫിറ്റഡല്ല, ഫിറ്റാണ്. ഓക്കെ, ബാക്കിയൊക്കെ ആണ്. ഓക്കെ, ഫോർഗെറ്റ് അല്ല, ഫോർഗോട്ടനാണ്. വളരെ കൂടുതൽ ഇവിടെ വന്നിട്ടുണ്ട്. ആകെ 3 ഉള്ളൂ, റെഗുലറുള്ളൂ. നോക്കാം നമുക്ക്. എ ഫോർമുല, എ ലോട്ടറി, പെർമിഷൻ, അനുവാദം, ടു ദ ബാങ്ക്, 3 centimeters, the distance, the class, to be a teacher, you. ഓക്കെ, എല്ലാം 3ാം കോളം എളുപ്പമാണ്. ഇനി കംസ് ടു സെക്കൻഡ് കോളം, ഫോം, ഉണ്ടാക്കുക, ഗെറ്റ് കിട്ടുക, ഗീവ് കൊടുക്കുക, ഗോ പോകുക, ഗ്രോ വളരുക, ഗസ് ഊഹിക്കുക, ഹാങ് തൂക്കുക, ഹാപ്പൻ സംഭവിക്കുക, ഹേറ്റ് വെറുക്കുക, ഹാവ് കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക. ഗെറ്റഡല്ല, ഗോട്ട് അല്ലെങ്കിൽ ഗോട്ടനാണ്. ഗീവിഡല്ല, അത് ഗിവനാണ്. ഗോഡല്ല, അത് ഗോണാണ്. ഗ്രോവല്ല, അത് ഗ്രോണാണ്. ഹാവല്ല, അത് ഹാഡാണ്. അതിൻ്റെ തേർഡ് രൂപം മനസ്സിലായി, അർത്ഥവും മനസ്സിലായി. ഹേർഡ്, ഹെൽപ്ഡ്, ഹിറ്റഡ്, ഹോൾഡഡ്, ഹോപ്ഡ്, ഹേറ്റഡ്, ജോയിൻഡ്, ജംപ്ഡ്, കീപ്, കിൽ. 3ാം ഭാഗത്തെ അർത്ഥം സ്ട്രേഞ്ച് നോയ്സ്, അപരിചിതമായ ശബ്ദം. ദ പുവർ, പാവങ്ങൾ. ദ ബോൾ, ദ അംബ്രല്ല, ഫോർ ദ ബെസ്റ്റ്, നല്ലതിനു വേണ്ടി. യു, ദ പാർട്ടി, ഇൻ ടു ദ റിവർ, പുഴയിലേക്ക്. ഇനഫ് മണി, വേണ്ടുവോളം മണി. ദ സ്നേക്ക്, പാമ്പ്. ഹിയർ, കേൾക്കുക. ഹെൽപ്പ്, സഹായിക്കുക. ഹിറ്റ്, തൊഴിക്കുക, അടിക്കുക. ഹിറ്റ് ദ ബോൾ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഹിറ്റ് ചെയ്യാന്ന് പറയല്ലേ. ഹിറ്റ് എ സിക്സർ എന്നൊക്കെ പറയല്ലേ. സച്ചിൻ ഹാസ് ഹിറ്റ് 5 sixes ഇൻ ദാറ്റ് ഗെയിം. ഹോൾഡ്, പിടിക്കുക. ഹോപ്പ്, പ്രതീക്ഷിക്കുക. ഹേർട്ട്, മുറിവേൽപ്പിക്കുക. ജോയിൻ ചെയ്യുക. ജമ്പ്, ചാടുക. കീപ്പ്, സൂക്ഷിക്കുക. കിൽ, കൊല്ലുക. അതിന് തേർഡ് രൂപം മാറ്റമുള്ളത് ഇവിടെ 4 ഹിറ്റ്. ഇവിടെ മാറ്റമുള്ളത് 5 ഓക്കെ. ഹേഡല്ല, ഹേഡാണ്. അത് ഹിറ്റഡല്ല, അത് ഹിറ്റാണ്. ഹോൾഡല്ല, അത് ഹെൽഡാണ്. ഹേർട്ടഡല്ല, അത് ഹേർട്ടാണ്. HURT. കീപ്ഡല്ല, അത് കെപ്റ്റാണ്. ഓക്കെ, വീണ്ടും പുതിയ ഭാഗം വന്നിരിക്കുന്നു. 3ാം ഭാഗത്ത് വരിക. ഓൺ ദ ഡോർ, ദാറ്റ് യു ആർ എ ജെൻറ്റിൽമാൻ, ഒരു ജെൻറ്റിൽമാൻ ആണെന്ന്. ദ ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ. ഫൗണ്ടേഷൻ സ്റ്റോൺ, തറക്കല്ല്. ദ ടീം, ദ ബാംഗ്ലൂർ വിസിറ്റർ ഐസ്ക്രീം, ടു ദ റേഡിയോ. ഓക്കെ. നോക്ക്, മുട്ടുക. നോ, അറിയുക. അയൺ, ഇസ്തിരി ഇടുക. ലേ, ഇടുക. ലീഡ്, നയിക്കുക. ലേൺ, പഠിക്കുക. ലീവ്, പോകുക. ലെറ്റ്, അനുവദിക്കുക. ലൈക്ക്, ഇഷ്ടപ്പെടുക. ലിസൺ, ശ്രവിക്കുക. നോ, നോൺ, ലെയ്ഡാണ്. ലീഡഡല്ല, ലെഡാണ്. ലേൺഡ്, അവിടെ ഒരു സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ എപ്പോൾ കണ്ടാലും അവിടെ നമ്മൾ എന്തോ ഒന്നുകൂടി പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിക്കുവാനുണ്ട് എന്നുള്ളതാണ് സ്റ്റാർ കാണിക്കുക.
ലേൺഡ് രണ്ട് രീതിയിൽ പറയാം. ഇഡിയും ചേർത്ത് പറയാം, അല്ലാതെയും പറയാം. അല്ലാതെ പറയുന്ന രൂപം ഇടതു ഭാഗത്തുണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നില്ല. ഇവിടെ വീണ്ടും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. സത്യത്തിൽ ലെറ്റഡ് എന്ന വാക്കില്ല, ലെറ്റാണ് അതിൻ്റെ തേർഡ് രൂപം. ഓക്കെ, ഇതിവിടെയാണ്. ഈ ലെറ്റ് വരേണ്ടത് ഇതിൻ്റെ മുകളിലാണ്. ലേൺഡ് അങ്ങനെയല്ല, രണ്ടുമുണ്ട് കേട്ടോ. ഇൻ ദാറ്റ് ഹൗസ് അറ്റ് ദ പിക്ചർ മൈ ഫേസ്, എൻ്റെ മുഖം, യു എ കപ്പ് ഓഫ് ടീ, ദ ഇഷ്യൂ പ്രശ്നം, മാരിസ് പേരാണ്, ദ ക്യാമറ, ദാറ്റ് ഐ വോണ്ട് ബി കമ്മിങ് വരികയില്ലെന്ന്, ദ മാനേജർ. എല്ലാം എളുപ്പമാണ്. വെർബിലേക്ക് വരിക, ലീവ്, ജീവിക്കുക, ലുക്ക് നോക്കുക, ലൂസ് നഷ്ടപ്പെടുക, ചമ്മുക, ലവ് സ്നേഹിക്കുക, മേക്ക് ഉണ്ടാക്കുക, മാനേജ് ചെയ്യുക, മാരി കല്യാണം കഴിക്കുക, ഫോക്കസ് ചെയ്യുക, മീൻ അർത്ഥമാക്കുക, മീറ്റ് കണ്ടുമുട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് രൂപം മാറ്റമുള്ളത് നോക്കാം. ലൂസ് ഡല്ല, അത് ലോസ്റ്റ് ആണ്. മേക്ക് ഡല്ല, അത് മെയ്ഡാണ്. മാരീഡ്, മീൻ എന്നത് മീൻഡ് അല്ല, മെൻറ്റാണ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ വോണ്ട് ബി കമ്മിങ്. മീറ്റഡ് എന്ന് പറയുന്നത് മെറ്റാണ്. മാരീഡ് എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിങ് അവിടെ തെറ്റാണ്. അവിടെ വൈയുടെ ആവശ്യമില്ല കേട്ടോ, അവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. മെൻഷൻഡ് ഇറ്റ് ടു ഹിം, മെൻഷൻ ചെയ്യുക, അതൊന്ന് മെൻഷൻ ചെയ്യണം, സൂചിപ്പിക്കുക. മൈൻഡ്, ശ്രദ്ധിക്കുക, മൈൻഡ് ദ നോയ്സ്. മിസ് ദ ഷോട്ട്, നഷ്ടപ്പെടുക. മൂവ്, നീക്കുക. നീഡ്, ആവശ്യമായി വരിക. നോട്ടീസ്, ശ്രദ്ധിക്കുക. ഓഫർ ചെയ്യുക. ഓപ്പൺ, തുറക്കുക. ഓർഗനൈസ്, സംഘടിപ്പിക്കുക. പാസ് ചെയ്യുക. സോൾട്ട് ഒന്ന് പാസ് ചെയ്യുക. അതൊന്ന് പാസ് ചെയ്തതെന്ന് പറയില്ലേ? എന്താ എൻ്റെ മലയാളം പറഞ്ഞേ? എനിക്കറിയില്ല. എല്ലാം ഈ ഡിയിലുള്ള വാക്കുകളാണ്, ഒന്നും തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. ഇറഗുലർ വാക്കുകളൊന്നും തന്നെ ഇല്ല. യു ആർ വെരി ലക്കി. ഇവിടെ പഠിക്കുവാൻ പുതിയതായി ഒന്നുമില്ല. പെയ്ഡ്, ഫോൺ. ഓക്കെ. മൂന്നാം ഭാഗത്തേക്ക് വരിക. ദ കോഴ്സ് ഫീ, മീ, ദ കാർ, ദ ട്രിപ്പ്, ക്രിക്കറ്റ് ഫോർ മൈ ഇൻ്റർവ്യൂ, ദ ഷർട്ട്, ദ ഫിലിം, യൂസ്ഫുൾ ഇൻഫർമേഷൻ. എല്ലാം എളുപ്പമാണ്. യൂസ്ഫുൾ, ഉപയോഗമുള്ള ഇൻഫർമേഷൻ, ഫിലിം, സിനിമ, ഫോർ മൈ ഇൻ്റർവ്യൂ. ഓക്കെ, ഫൈൻ. ഇവിടെ പെയ്ഡ്, പേ ചെയ്യുക. കോഴ്സ് ഫീ പേ ചെയ്യുക. അത് പേ ചെയ്യൂ, അതവിടെ പേ ചെയ്യാം എന്ന് പറയാറില്ലേ? ഫോൺ വിളിക്കുക. പിക്ക്, എടുക്കുക. പ്ലാൻ ചെയ്യുക. പ്ലേ, കളിക്കുക. പ്രിപ്പയർ ചെയ്യുക. ഒരുങ്ങുക. ഒരുങ്ങുക. പ്രസ് ചെയ്യുക. ഇസ്തിരി ഇടുക എന്നതാണ്. പ്രൊഡ്യൂസ്, നിർമ്മിക്കുക. പ്രൊവൈഡ് ചെയ്യുക, തരിക എന്ന അർത്ഥത്തിൽ. പുൾ, വലിക്കുക. ഓക്കെ, മാറ്റമുള്ളത് പെയ്ഡാണ്. അതിന് പുതിയ വാക്ക് വന്നിരിക്കുന്നു. വീണ്ടും 10 ക്രിയകൾ. മൂന്നാം കോളത്തിൽ ദ ചെയർ ഇൻ ഡിസംബർ, ദ സ്റ്റേഷൻ, ദ ക്യാരക്ടർ സ്വഭാവം, ദ ഗിഫ്റ്റ് സമ്മാനം, ദ തീഫ് കള്ളൻ, ദ പ്രൈസ് വില ക്ലയൻറ്റ്, പുഷ് തള്ളുക, പുട്ടിടുക, റെയിൻ മഴ പെയ്യുക, റീച്ച് എത്തിച്ചേരുക, റീഡ് വായിക്കുക, റിയലൈസ് തിരിച്ചറിയുക, റിസീവ് സ്വീകരിക്കുക, റെക്കഗ്നൈസ് റെഡ്യൂസ് കുറയ്ക്കുക, റെഫർ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മൂന്നാം രൂപം മാറ്റമുള്ളത് നോക്കാം. PUT പുട്ടിൻ്റെ അടിയിൽ 2 ലൈനുണ്ട്. പുട്ടഡല്ല, റീഡഡല്ല, റെഫേർഡ് അല്ല. നോക്കാം നമുക്ക്. റെഫേർഡ് എന്ന് പറയുമ്പോൾ അവിടെ സ്പെല്ലിംഗ് മാത്രമാണ് മാറുന്നത്. PUT പുട്ട്. റീഡിന് അവിടെ റെഡാണ് അവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ റീഡ് എന്ന വാക്കിന് റീഡഡല്ല, റീഡ് തന്നെയല്ല. എഴുതുന്നത് അങ്ങനെയാണെങ്കിലും ഉച്ചരിക്കേണ്ടത് റെഡ് എന്നാണ്, അതുകൊണ്ടാണ് സ്റ്റാർ ഉള്ളത്. എഴുതുന്നത് ഇങ്ങനെയാണെങ്കിലും ഉച്ചരിക്കേണ്ടത് തേർഡ് ഫോം ആകുമ്പോൾ റെഡ് എന്നാണ്. ഇങ്ങനെ ഉച്ചരിക്കണം. റെഫേർഡ് എന്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? റെഗുലർ ആണെങ്കിൽ കൂടി 2 ആറുണ്ട്. ഓക്കെ, ED ചേരുമ്പോൾ 2 ആറിൽ വരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. റിമൈൻ തുടരുക, സൈലൻ്റായി തുടരുക. റിമെമ്പർ ഓർക്കുക, റിമൈൻഡ് ഓർമ്മിപ്പിക്കുക, റിപ്പീറ്റ് ആവർത്തിക്കുക, റീപ്ലേ വീണ്ടും കാണിക്കുക, റിക്വയർ ആവശ്യമായി വരിക, റിംഗ് ഫോൺ ചെയ്യുക, റോൾ ചുരുട്ടുക, റൺ ഓടുക, സേവ് സൂക്ഷിക്കുക. ഇവിടെ ഒരു തെറ്റുണ്ട്. റാൻ അല്ല, റണ്ണാണ്. ഓക്കെ, അത് സെക്കൻഡ് ഫോമാണ്. റണ്ണാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലത് കാണുന്നില്ല, ചില സ്റ്റാറുകളൊക്കെ അങ്ങനെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അത് നോക്കുക. ഹീ ബേഡ് അല്ല, ദ ബേഡ് എന്നാണ്. ഹീ അല്ല, TH ദ വായിക്കുക. ടു ബി എ പ്രീസ്റ്റ്,
പുരോഹിതൻ, പ്രോപ്പർട്ടി, ലെറ്റർ, ഫുഡ്, അലാം, റൂം, ഫോട്ടോ ഡോ, എല്ലാം എളുപ്പമാണ്. അലാമില്ലേ, നമ്മൾ അലാം സെറ്റ് ചെയ്യില്ലേ മൊബൈലിൽ. സേ പറയുക, സീ കാണുക, സീം തോന്നുക, സെൽ വിൽക്കുക, സെൻഡ് അയക്കുക, സെർവ് വിളമ്പുക, സെറ്റ് സെറ്റ് ചെയ്യുക, ഷെയർ വീതിക്കുക, ഷോ കാണിക്കുക, ഷട്ട് അടയ്ക്കുക. ഇനി റെഗുലർ നോക്കുക. ഇവിടെ കുറേ വന്നിട്ടുണ്ട്. സേ സെഡാണ്, സെൽഡ് സോൾഡാണ്, സെൻഡഡ് സെൻറ്റാണ്, സെറ്റ് സെറ്റ് തന്നെയാണ്, ഷൗഡ് ഷോണാണ്, ഷട്ട് ഷട്ടാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പുതിയ രൂപങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അർത്ഥവും മനസ്സിലാക്കുക. ഓക്കെ, പുതിയ വാക്കുകൾ. മൂന്നാം ഭാഗത്ത് നോക്കുക. ദ ഡോക്യുമെൻറ്റ്. നിങ്ങൾക്കറിയാം ഡോക്യുമെൻ്റ് അല്ലേ? ഇപ്പോൾ ഒരു ആധാരത്തെ നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറയാം. വീടിൻ്റെ ആധാരം ഒരു ഡോക്യുമെൻ്റാണ്. ക്ലാസിക്കൽ സോങ്സ് ഓൺ ദ ചെയർ ഇൻ ദ ബെഡ്, ലൈക്ക് എ പ്രീസ്റ്റിനെ പോലെ. ഇംഗ്ലീഷ് ഓൾ ദ മണി, എല്ലാ പൈസയും. ദ വേർഡ് സൈൻ ഒപ്പിടുക. സിങ് പാടുക. സിറ്റ് ഇരിക്കുക. സ്ലീപ്പ് ഉറങ്ങുക. സ്മോക്ക് വലിക്കുക. സോട്ട് തിരിക്കുക, തരംതിരിക്കുക. സൗണ്ട് ശബ്ദിക്കുക. സ്പീക്ക് സംസാരിക്കുക. സ്പെൻഡ് ചെലവഴിക്കുക. സ്പെല്ലിംഗ് പറയുക. ഓക്കെ, സ്ലീപ്ഡ് അല്ല, അത് സ്ലെപ്റ്റാണ്. സ്പീക്ക്ഡ് അല്ല, അത് സ്പോക്കനാണ്. സ്പെൻഡഡ് അല്ല, സ്പെൻഡഡിൻ്റെ അവിടെ വരേണ്ട വാക്ക് താഴെയാണ് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അത് മാറ്റാൻ മറന്നു പോയതാണ്. ഓക്കെ, വലതുഭാഗം നോക്കാം. ദ പാസ്പോർട്ട്. ഇൻ ദ ക്യൂ. ബിസിനസ് ഇൻ ദ ലോഡ്ജിൽ. സ്മോക്കിംഗ് പുകവലി. എബ്രോഡ് വിദേശത്ത്. രാമ ഫ്രം ഫീവർ. പനി. എ പ്ലാൻ ദാറ്റ് റെജി വുഡ് ബൈ ഇറ്റ്, റെജി വാങ്ങിക്കുമെന്ന്. സ്റ്റാമ്പ് ചെയ്യുക. സ്റ്റാമ്പ് ദ പാസ്പോർട്ട്. നിങ്ങൾക്കറിയാം വിസ സ്റ്റാമ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറില്ല. സ്റ്റാമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സീല് കുത്തുക എന്നുള്ളതാണ്. സ്റ്റാൻഡ് നിൽക്കുക. സ്റ്റാർട്ട് തുടങ്ങുക. സ്റ്റേ താമസിക്കുക. സ്റ്റോപ്പ് നിർത്തുക. സ്റ്റഡി പഠിക്കുക. സക്സീഡ് വിജയിക്കുക. സഫർ ചെയ്യുക. സജസ്റ്റ് നിർദ്ദേശിക്കുക. സപ്പോസ് കരുതുക. ഓക്കെ, അരീതിയിൽ. ഇവിടെ സ്റ്റാൻഡേർഡിനല്ല, സ്റ്റാൻഡേർഡില്ല, സ്റ്റുഡാണ്. സ്റ്റോപ്പിഡിന് ഒരു പി കൂടി കൂടുതൽ വേണം. ഇ ഡി ഉണ്ടെങ്കിലും. സ്റ്റഡീഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. സ്റ്റഡീഡ് എന്ന് പറയുന്നത് വൈ അല്ല, IED ആണ്. അവിടെ സ്റ്റാർ വരേണ്ടതാണ്, മറന്നുപോയതാണ്. ഓക്കെ, മൂന്നാം ഭാഗത്ത്. ഇൻ ദ റിവർ പുഴയിൽ. ദ പെൻ. ഇംഗ്ലീഷ് ട്രൂത്ത് സത്യം. ദ പേഷ്യൻറ്റ് രോഗി. യു ഫോർ ദ ഹെൽപ്പ് സഹായത്തിനു വേണ്ടി. ഫോർ ദ ഹെൽപ്പ് സഹായത്തിനു വേണ്ടി. ഓഫ് യു നിൻ്റെ. ദ സ്റ്റോൺ കല്ല്. ദ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ. ഇൻ ടു ഇംഗ്ലീഷ്. ഓക്കെ, സ്വിം നീന്തുക. ടേക്ക് എടുക്കുക. ടീച്ച് പഠിപ്പിക്കുക. ടെൽ പറയുക. ട്രീറ്റ് ശുശ്രൂഷ ചെയ്യുക. താങ്ക് നന്ദി പറയുക. തിങ്ക് ചിന്തിക്കുക. ത്രോ എറിയുക. ട്രെയിൻ പരിശീലിപ്പിക്കുക. ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ ബേസ് രൂപത്തിൻ്റെ അർത്ഥം. ഈല് വരുമ്പോൾ അതിന് പെർഫെക്ഷൻ ഫെയിൽ ചെയ്യുന്നു. ഇനി ഇറഗുലർ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. സ്വിമ്മിന് സം ആണ്. ടേക്കിന് ടേക്കനാണ്. ടീച്ചഡില്ല ടോട്ടാണ്. ടെല്ലില്ല ടോൾഡാണ്. തിങ്ക്ഡില്ല തോട്ടാണ്. ഓക്കെ, ഐ തോട്ട് ഓഫ് യു. ഐ ഹാവ് തോട്ട് ഓഫ് യു മെനി ടൈംസ്. ത്രോഡല്ല ത്രോണാണ്. ഓക്കെ, പുതിയ വാക്കുകൾ വരുന്നു. ഓക്കെ 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 ഓക്കെ. ബൈ ബെസ്നാൽ. ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ പറയുക. ദ ടേബിൾ മേശ. എ കപ്പിൾ ഓഫ് ലെറ്റേഴ്സ്. 2 ലെറ്റേഴ്സ്. ദ റിമോട്ട്. ഫോർ ലോങ് ടൈം കുറേ നാളായി. ഓൺ ദ റോഡ്. ഇൻ ദ മോർണിംഗ്. സം വാട്ടർ. ഓക്കെ, എളുപ്പമാണ്. ഓക്കെ, വെർബിലേക്ക് വരാൻ. ട്രാവൽ സഞ്ചരിക്കുക. ട്രൈ ശ്രമിക്കുക. ടേൺ തിരിക്കുക. ടൈപ്പ് ടൈപ്പ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക. യൂസ് ഉപയോഗിക്കുക. വെയിറ്റ് കാത്തു നിൽക്കുക. വാക്ക് നടക്കുക. വേക്കപ്പ് ഉണരുക. വാണ്ട് ആവശ്യമായി വരിക. നമുക്ക് നോക്കാം. ഇറഗുലർ ട്രാവൽഡിന് ഒരു എൽ കൂടി ആവശ്യമാണ്. ED ചേർക്കുമ്പോൾ. ട്രൈഡിൻ്റെ സ്പെല്ലിംഗ് IED ആണ്. അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റുഡ് ആണ്. വേക്ക്ഡപ്പ് അല്ല, വോക്കൺ അപ്പ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കാം. ഓക്കെ 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 ഓക്കെ. ദ ഹാൻഡ്സ്. ദ ഫൈറ്റ്. ന്യൂ ഡ്രസ്. ദ ഗെയിം. ടു ജോയിൻ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അറ്റ് ഹെർ പെർഫോമൻസ്. എല്ലാം എളുപ്പമാണ്. വാഷ് കഴുകുക. വാച്ച് നിരീക്ഷിക്കുക. വെയർ ധരിക്കുക.
വിൻ വിജയിക്കുക, വിഷ് ആഗ്രഹിക്കുക, വണ്ടർ അത്ഭുതപ്പെടുക, വർക്ക് പണിയെടുക്കുക, വറി ആകുലപ്പെടുക, റൈറ്റ് എഴുതുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, വിക്ഷേപിക്കുക. ഇനി അതിൻ്റെ ഇറഗുലർ ഫോംസ് നോക്കാം. വിയർഡല്ല, അത് വോണാണ്. വിൻ അല്ല, വിൻഡ് അല്ല, അത് വൺ ആണ്, വൺ ദ ഗെയിം. വറീഡിൻ്റെ സ്പെല്ലിങ് തെറ്റുണ്ട്. വറീഡ് IED ആണ്, റൈറ്റഡ് അല്ല, റിട്ടൺ ആണ്. ഓക്കെ. വീണ്ടും മൂന്നാം ഭാഗത്ത് ദ റാബിറ്റ്, യുവർ ഫുഡ് ഇനഫ് ഓൺ ദ ട്രീ, ഡിന്നർ യുവർ മിസ്റ്റേക്സ്, ദ ഗ്ലാസസ്, എ വെൽ, ദ ക്യാപ്റ്റൻ, മൈ തോട്ട്സ് ആൻഡ് ചിന്തകൾ, ദ ഫാൻ ഓൺ ദ വാൾ, ചുമരിലുള്ള ഫാൻ, പങ്ക. ഓക്കെ. ചേസ് ചെയ്യുക, പിന്തുടരുക, ചവയ്ക്കുക, ക്ലൈംബ് കയറുക മരത്തിൽ, കുക്ക് പാചകം ചെയ്യുക, കറക്റ്റ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, ക്രഷ് അമർത്തുക അല്ലെങ്കിൽ ഞെരിക്കുക, ഡിഗ് കുഴിക്കുക, ഇലക്ട് തിരഞ്ഞെടുക്കുക, എക്സ്പ്രസ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഇവിടെ വ്യത്യാസമുള്ളത് ഡെഗ് ആണ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ. പുതിയ വാക്കുകൾ നോക്കുക. ഓൺ ദ വാട്ടർ, വെള്ളത്തിൻ്റെ മുകളിൽ, ഇൻ ദ സ്കൈ, ആകാശത്ത്, ദ റിമൈനിങ് ഫുഡ്, ബാലൻസ് ഉള്ള ആഹാരം, ദ ടൂറിസ്റ്റ്. എൻ്റെ അർത്ഥം എന്താ? ടൂറിസ്റ്റിൻ്റെ മലയാളം എന്താ? ടൂറിസ്റ്റിന് എന്തിനാ മലയാളം അല്ലേ? ദ ഫൈൽസ്, ഹിസ് ഫ്രണ്ട്സ്, ദ ഐറ്റംസ്, ദ ഷുഗർ, ദ പ്രസൻറ്റ്, ദ ഷൂസ്. ഒക്കെ അറിയാം. ഫ്ലോട്ട് പൊങ്ങിക്കെടുക്കുക, ഫ്ലൈ പറക്കുക, ഫ്രീസ് തണുപ്പിക്കുക, ഗാർഡ് സുരക്ഷ ഒരുക്കുക, ഒളിപ്പിക്കുക, ഇൻവൈറ്റ് ക്ഷണിക്കുക, ലിസ്റ്റ് ചെയ്യുക, മിക്സ് ചെയ്യുക, പാക്ക് ചെയ്യുക, പോളിഷ് ചെയ്യുക. ഇവിടെ മാറ്റമുള്ളത് നോക്കുക. ഫ്ലൈഡ് അണ്ടർലൈൻ ചെയ്യാണ്, അത് ഫ്ലോൺ ആണ്. ഫ്രീസ് അത് ഫ്രോസൺ ആണ്. ഹിഡഡ് അത് ഹിഡൻ ആണ്. അത് ഹിഡൻ ആണ്. 2 സ്റ്റാർ വന്നിരിക്കുന്നു. ദ കോൺവെർസേഷൻ, സംഭാഷണം. ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ. 7 ബാൻഡ് ഇൻ ടു ദ ബസ്, ദ അക്കൗണ്ട്, ദ ബേർഡ്, ദ ന്യൂസ്, ദ അംബ്രല്ല, ദ ബോയ്, ദ വെപ്പൺസ്, ആയുധങ്ങൾ. ഓക്കെ. നമുക്ക് നോക്കാം. റെക്കോർഡ് ദ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യുക. റബ്ബ് തിരുമ്പുക, സ്കോർ നേടുക, റഷ് തിരക്ക് കൂട്ടുക, സെറ്റിൽ ചെയ്യുക, ഷൂട്ട് വെടിവെക്കുക, സ്പ്രെഡ് പരത്തുക, സ്റ്റീൽ മോഷ്ടിക്കുക, സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? യോഗയിലൊക്കെ ഉണ്ടല്ലോ, സ്ട്രെച്ചിങ് ദ ബോഡി. സപ്ലൈ ചെയ്യുക. റബ്ബ് സ്റ്റാർ വന്നിരിക്കുന്നു, അത് 2 B വേണം. ED ചേർക്കുമ്പോൾ RUB ആണ് ബേസ് രൂപം. ED ചേർക്കുമ്പോൾ 2 B ചേർത്തിട്ട് ED ചേർക്കുക, 2 B ആക്കി. ഷൂട്ട് വെടിവെക്കുക, സ്പ്രെഡ് പരത്തുക, അത് നോക്കാം. ഷോർട്ടാണ്, സ്പ്രെഡഡ് ഇല്ല, സ്പ്രെഡ് തന്നെയാണ്. സ്റ്റീൽ സ്റ്റോളനാണ്. ഓക്കെ. സപ്ലൈഡ് എന്ന് പറയുമ്പോൾ സപ്ലൈക്ക് Y ആണ്, അതിനെ EIED ആക്കി മാറ്റിയിരിക്കുന്നു. അതാണ് സ്റ്റാർ കാണിക്കുന്നത്. 2 വാക്കുകൾ കൂടിയാണ് ഉള്ളത്. സ്വാലോ, സ്വീപ്പ്. ഓക്കെ. സ്വാലോ വിഴുങ്ങുക, ടാബ്ലറ്റ് ഗുളിക. ദ സ്ട്രീറ്റ് വഴി, സ്വീപ്പ് ചെയ്യുക, അടിച്ചു വാരുക. സ്വീപ്പില്ല, സ്വീപ്പേഴ്സ് ചെയ്യുന്ന ജോലി, അടിച്ചു വാരാന്നല്ല പറയില്ല, സ്വീപ്പ്. എൻ്റെ മലയാളമൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ വാക്കുകൾ ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, ഉദാഹരണം ഉണ്ടാക്കിയിട്ട് അയച്ചു തരിക, തെറ്റുകൾ തിരുത്തി തരുന്നതാണ്. ഓക്കെ. ഈ വീഡിയോകൾ ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.